അനുപാതത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മണ്ണ് മിക്സ് ചെയ്യുക. മണ്ണ് കൂടി കൂട്ടി മിക്സ് ചെയ്യുക. അത് 2:1:1 എന്നുള്ള അനുപാതത്തിലാണ് ചെയ്യുക. ഏതാണോ അളവ് പാത്രം നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ കൊട്ടയോ ഈ ബേസിനാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ 2 കൊട്ട മണ്ണാണെങ്കിൽ 1 കൊട്ട ചാണകവും 1 കൊട്ട ചകിരി കമ്പോസ്റ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ മിശ്രിതം ആദ്യം റെഡിയാക്കുന്നത്. ചാണകപ്പൊടി അത് നമ്മൾ എടുക്കുന്ന പാത്രം ഏതാണോ, കൊട്ടയാണെങ്കിൽ കൊട്ടയ്ക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാം. വീണ്ടും ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും ഇതിങ്ങനെ നിരത്തുക. കുമ്മായോ യൂറിയയും കൂടി വീണ്ടും അതേപോലെ തന്നെ ചകിരിച്ചോറ് ഇടുക. എത്രയാണോ ഉള്ളത് അത്രയും വെച്ച് ചെയ്യുക. ഒരു ചാക്ക് ചകിരിച്ചോറ് എടുക്കുകയാണെങ്കിൽ ഒരു 50 ഗ്രാം 100 ഗ്രാം യൂറിയ മതി അതുണ്ടാക്കാൻ. എന്നിട്ട് ഒരു 20 ദിവസമെങ്കിലും വേണം. അതേപോലെ കവറിട്ട് മൂടി വെക്കാൻ വേണം. എന്തുകൊണ്ടാ ഈ കോളിബ്രേനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ കാരണം? ഒരാള് കാരണം ഈ കോളിബ്രെയിൻ ഉണ്ടാവുന്നത് മാർഷി ലാൻഡിലാണ്, ചതുപ്പിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പൊ അത് അതിന് വെൽ അഡാപ്റ്റഡായി. എത്ര വെള്ളം കയറിയാലും അതിന്റെ വേര് ചീഞ്ഞു പോകില്ല. നെൽച്ചെടിയുടെ വേര് ചീഞ്ഞു പോകുമോ വെള്ളം കയറിയ? അതുപോലെയാണ് കോളിബ്രെയിൻ. അപ്പൊ അതിന് ഗ്രാഫ്റ്റ് ചെയ്താൽ വെള്ളം കയറുന്ന സ്ഥലത്തും ചതുപ്പിലും ഒക്കെ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. നല്ല വിളവും കിട്ടും. അവർ പറഞ്ഞ പോലെയാണെങ്കിൽ വളം അധികം പ്രയോഗിക്കും വേണം. മനസ്സിലായോ? ഇത് വെള്ളത്തിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഇതിന്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ല. ഇങ്ങനെ വേര് ഇതിന്റെ പോകും. നമ്മള് ചതുപ്പിനകത്ത് ഒരാഴ്ച അടച്ച് മഴ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കൊടികളൊക്കെ മഞ്ഞച്ച് പിന്നെ രോഗം ബാധിക്കുന്നത് കുറവായിരിക്കും ഇവർക്ക്. ഈ കോളിബ്രെയിനിൽ നട്ടിട്ടുണ്ടേല് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ താഴോട്ടുള്ള ഈ ഇല ഇവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഈ ഇലയെല്ലാം കട്ട് ചെയ്ത് കളയാം. കട്ടിതാ ഇതും കട്ട് ചെയ്ത് കളയാം. ഇതിന്റെ ഇവിടെ വെച്ച് നമ്മള് മുറിച്ച് മാറ്റും. ആ മുടിക്ക് ചരിച്ച അങ്ങനെ നേരെ വേണോ? നേരെ തന്നെ നേരെ ഇതുണ്ടല്ലോ, ഇതിന് ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ വെച്ചും ചെയ്യാം. ഇത് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഇത് ഇവിടെ അങ്ങ് പോയെന്ന് വിചാരിച്ചോ, നമുക്ക് അടുത്ത് ഇവിടെ ചെയ്യാം. ഇച്ചിരി മൂള്. പിന്നെ ഇതിന് പുതിയ കിളിർപ്പുതിന്ന് വരുമ്പോ നമ്മളത് ഒടിച്ചൊടിച്ച് വിടണം. അല്ലെങ്കിൽ കൊടിക്ക് വളരാനുള്ള ഒരിതുണ്ടാവില്ല. ഇതായിരിക്കും വളർന്നുണ്ടാവുക. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നേരെ നടുഭാഗത്ത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നേരെ നടുഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കുക. അവിടെ തൊടുവൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു മീറ്റർ അല്ലെ ഇത്തിരി 1 സെന്റിമീറ്റർ ഒക്കെ മതി കേട്ടോ. നമ്മുടെ സ്കെയിലിൽ 1 സെന്റിമീറ്റർ അല്ലെ 1.5 അത്രയും മതി. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറ്റിക്കുരുമുളക് ചെയ്ത പോലെ തന്നെ ഈ ഇലയും എല്ലാം പകുതി വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോ ഏത് ചെടിയും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്? ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ തന്നെയാണ്. മാവ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യൂലേ, അതും ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഈ നോഡ് കണക്കാക്കണ്ട. ഇതിന് ഈ വേര് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കണ്ട. ഇതിലിവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ആകൃതിയിലെ ഷേപ്പില് 2 സൈഡ്, ഈ 2 സൈഡ് മനസ്സിലായോ? വി ഷേപ്പിലാട്ടോ. ഇതുപോലെ ഇതാ ഇതുണ്ടോ 2 സൈഡ്. അവിടെ കാണിച്ചു അല്ല, അവിടെ ഒന്ന് കൊണ്ട് കാണിച്ചോ. അവിടെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്ന വെച്ചാ കട്ട് ചെയ്ത് വെച്ച സ്ഥലമല്ലേ അതിലേക്ക് പതുക്കെ ഇത് കുറ്റിക്കുരുമുളക് ഇതുപോലെ കണ്ടോ. എന്നിട്ട് ഇങ്ങനത്തെ ഇത് ഞാൻ ഇവിടെ വെക്കാം. ഈ വള്ളി ഉണ്ടല്ലോ ഇങ്ങനെ വലിയും, നല്ല ടൈറ്റാക്കി കെട്ടണം. അതിലേക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം, ഒന്നും ഇറങ്ങരുത്. ഇതിങ്ങനെ പിടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അങ്ങ് ചെരിഞ്ഞു പോകും.
ചെരിഞ്ഞു പോകാത്ത രീതിയിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് നമ്മൾ പ്ലാസ്റ്റിക് സാധാരണ ഉപയോഗിക്കുന്ന ഇങ്ങനെ വലിയുന്നൊരു ഇതാ. ഇതുകൊണ്ട് നന്നായിട്ട് വലിച്ച്, കാരണം ഇതിലൊഴിക്കും വെള്ളമൊന്നും കിടക്കാൻ പാടില്ല. ഇല്ല. ഇതുണ്ട്, ഇതുപോലെ വലിച്ചാൽ ഇതുപോലെ വലിയ ഇതുണ്ട്. ഈ ചെടി നമ്മള് ഈ ചെടിയൊക്കെ വെക്കുന്ന നഴ്സറി പോലുള്ളിടത്തൊക്കെ കിട്ടും. എന്താ പറയുന്നത്? ഗ്രാഫ്റ്റ് ചെയ്യുമ്പോ ഇത് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത വലിയ ഷീറ്റായിട്ടാ വരും. അത് വലിയ ഷീറ്റായിട്ട് വരും. അതിങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. പോളിത്തീൻ ഷീറ്റ് ഇല്ലേ, പോളിത്തീൻ ഷീറ്റോ അല്ലെ പോളിപ്രൊപ്പിലിൻ ഷീറ്റോ ഇങ്ങനെ മുറിച്ചെടുത്താലും മതി. ഇല്ലാതെ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിങ്ങനെ ചുറ്റിയെടുത്തില്ലേ, ഇവിടെ നല്ല ടൈറ്റ് ആയിരിക്കണം. ഇതിലെ വെള്ളം കടക്കരുത് നനയ്ക്കുമ്പോ. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, വലിച്ചു കൊടുക്കുക. ഇതിങ്ങനെ വലിച്ചായിട്ട് വലിയും. എത്രത്തോളം ഒരുപാട് വലിക്കരുത്. ഒരു ഭയത്തിൽ നമുക്കറിയാം അതിപ്പോ പൊട്ടാൻ പോവാ, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്. അങ്ങനെ വലിക്കണം. വലിച്ചോണ്ടൊക്കെ പോയാൽ അതോടെ പോകും. ഈ മഴക്കാലത്താണെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ഒന്നും ചെയ്യണ്ട, കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഈ വേനൽക്കാലം ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതും കവർ ചെയ്യണം. നേരത്തെ ചെയ്ത ആളല്ല, അടുത്ത ആള് ചെയ്യും കേട്ടോ. വയൽ പ്രദേശങ്ങളില്, ചെടിയുള്ള പ്രദേശങ്ങളിലൊക്കെ, കരപ്രദേശമാണെങ്കിൽ കുഴപ്പമില്ല, നനവ് വേണം. ഒരു ഡൗട്ട് ഇവിടെ 45 ദിവസം അതേപോലെ തന്നെ ഇതിനുള്ളിൽ വെള്ളം നനയ്ക്കണം. ഇത് അതന്നെ ഈ ഷേപ്പില് ഇങ്ങനെ കുത്തനല്ലേ ഓരോ ദിവസം ഉണ്ടാവും. ഒരു ദിവസം 2 ദിവസമൊക്കെ ടൈറ്റ് ആക്കണേ. ഇതും കുറച്ചായിട്ട് ടൈറ്റ് ആവട്ടെ. ഇതിലൊന്ന് വലിക്കും. എന്നിട്ട് താഴോട്ട് വലിക്കും, ഈ വള്ളി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കെട്ടാൻ ഉപയോഗിക്കാം. ഇത് വെക്കണമെന്നില്ല കേട്ടോ, ഈ കവർ വെക്കണമെന്നില്ല. ഇത് നല്ലോണം ഇവിടെ ജാതി എന്നാന്ന് മനസ്സിലായില്ല. ജാതിക്ക മനസ്സിലായോ? പ്രായമായ ജാതി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണം. 1 വർഷം കഴിഞ്ഞ് നമ്മൾ ആ ജാതി ഗ്രാഫ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന പിടിക്കൂല. അല്ലെ, ഒരു നട്ട് ഒരു 6 മാസം വളർച്ചയായ ജാതിയിൽ നമ്മൾ ബഡ് ചെയ്യും, ഗ്രാഫ്റ്റ് ചെയ്യൂല. ഗ്രാഫ്റ്റ് ചെയ്യണേൽ 20 ദിവസം വളർച്ചയായ ജാതിയൊക്കെ ആകുമ്പോൾ ഒരു 20-30 ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ്റ്റ് ചെയ്യണം ജാതി. ബഡ് ചെയ്യുന്നത് ഒരു 6 മാസത്തിനുള്ളിൽ ചെയ്തോളുക.
6 മാസം ആകുമ്പോൾ ഒരു വളർച്ചയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യും. ഒരു ഈ പൊക്കമൊക്കെ ആകുമ്പോൾ. ഇതാണ് ജാതിന്റെ സയോണ്. സയോൺ എന്ന് പറഞ്ഞാൽ ഇതേ കട്ടിങ്സ് നമ്മൾ നേരത്തെ മുളകിന്റെ എടുത്തിട്ടില്ല, കുരുമുളകിന്റെ കട്ടിങ്സ്, അതേപോലെ തന്നെ ജാതിന്റെ കട്ടിങ്സ് ആണിത്. സൈഡിലോട്ടൊക്കെ പോയിട്ടുള്ള ജാതിയുടെ കട്ടിങ്സ് ആണിത്. ഇത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇലയെല്ലാം പകുതി വെച്ച് കട്ട് ചെയ്യണം. അതിന് കവറൊന്നും വേണ്ട, വെള്ളം മാത്രമല്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് ലേശം ഹാർഡായിട്ടുള്ള സ്ഥലമല്ലേ, ആ സ്ഥലം എടുക്കണമെന്നില്ല. ഇത്രയും ഭാഗം എടുത്താലും മതി. ഇത്രയും ഭാഗം അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. നേരത്തെ കുരുമുളകിൻ്റെ അത് ചെയ്ത പോലെ തന്നെ 2 സൈഡും എന്ത് ചെയ്യുക, ഷാർപ്പായിട്ട് ചെത്തിയെടുക്കുക. ഇതുപോലെ ഷാർപ്പായി ചെത്തിയെടുത്തതിന് ശേഷം ഈ താഴോട്ടുള്ള 2 ഇല വെച്ചിട്ട് ബാക്കി ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതിനകത്തൊരു കറ പോലെ വരും കേട്ടോ നമ്മൾ മുറിക്കുമ്പോഴത്തേക്ക്. അതൊന്നും തൂത്ത് കളയണ്ട, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് ഇതിനെ ഇതേപോലെ തന്നെ നടുഭാഗത്തോട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് അടന്നു പോകും. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാ നടുഭാഗത്ത് കൂടെ. അല്ല, ജാതി തൈയാണ്. അതിലേക്ക് ഇത് ഇതാ ഈ കട്ട് ചെയ്ത് നമ്മൾ ഇതെന്ത് ചെയ്യും, ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ജാതി തൈ മറ്റേ ജാതി ആണാണോ പെണ്ണാണെന്ന് അറിയില്ല. ഇത് കായ്ക്കുന്ന ജാതിയുടെ തണ്ടാണ് നടഞ്ഞത്. മനസ്സിലായില്ലേ? അത് മെയിലും ഫീമെയിലും ഉണ്ട് ജാതി. ജാതി യൂണിസെക്ഷൽ ആണ്, അറിയില്ലേ? യൂണിസെക്ഷൽ പ്ലാന്റ് ആണ് ജാതി. ആണും പെണ്ണും ഉണ്ടായില്ലേ? പെൺജാതി മാത്രമേ കായ്ക്കുള്ളൂ, ആൺജാതി കായ്ക്കൂല. കൊടംപുളി ആണേലും അങ്ങനെ തന്നെ. ആ ജാതി വേണം, പക്ഷെ ഇതിനത് വേണ്ട. ഇതിന് ചിലപ്പോ ഇവിടുന്ന് ഒരു നമ്മളൊരു ജാതി നട്ട് കഴിഞ്ഞ് ഒരു 3-4 വർഷം ആകുമ്പോ അത് കായ്ക്കും. അപ്പൊ കായ്ച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ സ്ഥിരീകരിക്കും അതൊരു ആൺജാതിയാന്ന്. അല്ല, ആൺപൂവും ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവൂലേ? പൂവുണ്ടാവും, പിടിക്കത്തില്ല, കായുണ്ടാവൂല. അങ്ങനെയാണ്. ഒരു ജാതി ഉണ്ട്. ഒരു ട്രേ കൂടി വെച്ച് പ്രസ് ചെയ്താൽ മതി. അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് നിറച്ച് വെക്കണം കേട്ടോ. മുളകാണ്, കണ്ണില് അവിടേക്ക് പിന്നെ കൈ കൊണ്ട് പോയി തൊടരുത്. ഓരോ കുഴിയിൽ ഓരോന്ന് ഇട്ടാ, അതിലാണ് നമ്മുടെ വീട് വേസ്റ്റ് ആക്കാതെ ഇടുവാണ്. 2 ഒരാൾക്ക് കിട്ടുന്നതിൽ കുഴപ്പമില്ല. ഓരോന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി ഇടണം. അപ്പൊ അറിയാം, തിരിച്ചറിയാം. ചോറല്ല, ഇത് ചകിരി കമ്പോസ്റ്റ് ആണ്. ഈ ഒരു ഭാഗമാണ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഈ റൗണ്ടില് ഇതുപോലെ റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു കട്ടിങ് മുകളെ താഴെയായിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ താഴെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു നോഡ് ഉള്ളിലാകുന്ന മാതിരി അല്ല, ആ തൊലി നമുക്ക് പൊളിച്ചെടുക്കണം. അതെ അതെ. പക്ഷെ ഇത് നോഡ് കൂട്ടിയാ ചെയ്ത് അങ്ങനെ കൂട്ടുന്നത് നല്ലതാണ്. അങ്ങനെ കൂട്ടുന്നത് നല്ലതാണ്. ഉണങ്ങി നിൽക്കുന്നു. മറ്റേ കപ്പ ഇതാക്കുന്ന പോലെ സുഖമായിട്ട് കിട്ടും. കപ്പയുടെ തൊലി പൊളിയുന്ന പോലെ ചിരണ്ടി എടുത്താലും മതി.
ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, വലിച്ചു പൊളിച്ചെടുക്കണം, വരൂല. നല്ല നനവുള്ളിടത്താണെങ്കിൽ നല്ല നനവുള്ളെടുത്ത് അത് ബഡ് ചെയ്യുന്ന എല്ലാ സാധനവും അങ്ങനെയാണ് കേട്ടോ. നല്ല ആരോഗ്യമുള്ള സാധനത്തെ വേണം നമ്മൾ ബഡ് ചെയ്യാൻ. ആരോഗ്യം കുറഞ്ഞ് പുറത്ത് ശോഷിച്ചിരിക്കുന്ന സാധനം ബഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഇളകി പോരൂല. അപ്പം നമ്മൾ അതിൽ മസിൽ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൈ അതിൽ മുട്ടും, അങ്ങനെ ബുദ്ധിമുട്ടാവും. പിന്നെ അത് പിടിക്കണമെന്നില്ല, സക്സസ് ആവൂല. ഇതുപോലെ റൗണ്ടില് തൊലി, ഇതിന്റെ മുകളിലത്തെ തൊലി അതിന്റെ അധികം അടിയിലോട്ട് പോരുത് കേട്ടോ. മുകളിലുള്ള തൊലി മാത്രം കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് അതെ ഈ റൂട്ടിംഗ് ഹോർമോൺ ഇല്ലേ, ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ കൊടുക്കണം. നമ്മള് റൂട്ടിംഗ് ഹോർമോൺ അല്ലേ തേക്കുന്നത്, ഇതിങ്ങനെ തേച്ച് കൊടുക്കണം. എടാ ഇതില് സ്ഥിരമായിട്ട് ഡെയിലി വെള്ളം ഒഴിക്കണം കേട്ടോ അല്ലേ. മറ്റേ ഇത് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ, കവർ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമല്ല അല്ലേ. ഈർപ്പം പോയി കഴിഞ്ഞാൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ കൊടുത്താൽ മതി, നമുക്ക് തുറന്നാക്കുമ്പോഴത്തേക്ക് അത് പോകൂലേ. അതുണ്ടല്ലോ ഇപ്പൊ സെർജില്ലേ അവിടെ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണേ. അല്ല റൂട്ടിംഗ് ഹോർമോൺ മാത്രം വെച്ച് ഇത് കുറച്ച് കവർ ചെയ്തു അല്ലേ. റൂട്ടിംഗ് ഹോർമോൺ ഇടണം, എന്നിട്ട് വേര് നമുക്ക് കാണാം ഇതിനുള്ളിൽ വേര് പിടിക്കുന്നത്. ഇതിനി ഇടണം, ഈ കമ്പോസ്റ്റ് ഇല്ലേ അത് അതിനുള്ളിൽ ഇടും. അപ്പൊ വേര് വരുമ്പോ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടി കാണാം അതിന് വേര് വരുന്നത്. നമ്മളിത് ഇതേപോലെ ഇളക്കി കളഞ്ഞാൽ മതി. പേരയില് പിന്നെ ചിക്കുവിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിക്കു അങ്ങനെ ലെയർ ചെയ്താലും ചെയ്യുന്നതുണ്ട്. ചിക്കു എങ്ങനെ ചെയ്യാം, ചിക്കു ഇതേപോലെ ഇതുപോലെ ചെയ്യാം. പക്ഷെ പിടിച്ചിട്ടാൻ നഴ്സറിയിൽ താമസമാണ്. അതിന് വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലേ അപ്പൊ, അതുകൊണ്ട് വേണ്ട. പിന്നെ ഇത് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതാണ് വരുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇതഴിച്ച് അപ്പാടെ